ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ മാതാവ് എന്ന് പ്രത്യേകമായി പതാബയൂസ് മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ കാരിസ്ഭവൻ ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെയും ഒരു ആനന്ദത്തിൻ്റെയും ദിനമാണ്. കാരിസ്ഭവനിൽ തൻ്റെ തിരുപ്പട്ട ശുശ്രൂഷ മുൻപേ തന്നെ തൊട്ട് ഇന്ന് വരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട കുര്യൻ കാരിക്കലച്ഛൻ്റെ ജന്മദിനം കൂടിയാണിന്ന്. അച്ഛൻ്റെ ജന്മദിനത്തിൽ അച്ഛൻ ഇവിടെയില്ല, അച്ഛൻ ധ്യാന ശുശ്രൂഷയിലാണ് ഗോവയിൽ. തൻ്റെ ജീവിതത്തിൽ ജന്മദിനമാണെങ്കിലും ഫീസ്റ്റ് ഡേ ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും ദൈവവചനം പ്രസംഗിക്കുവാൻ ഒരു മടി പോലും ഇല്ലാതെ നിരന്തരമായി, ശാരീരിക അസ്വസ്ഥതകളൊന്നുമല്ല, ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി തിരുവചനം പ്രസംഗിക്കുവാൻ അച്ഛൻ കാണിക്കുന്ന തീക്ഷ്ണതയോർത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനകൾക്ക് വേണ്ടിയും ആയുസ്സാരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർക്കണമെന്നും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം നിരന്തരമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം അതോടൊപ്പം തന്നെ നമുക്കതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുവിശേഷ ഭാഗവും കൂടിയാണ് തിരുസഭ മാതാവ് ചിന്തിക്കുവാനും ധ്യാനിക്കാനും നൽകുക. ഈശോയോട് ചോദിക്കുന്ന ഒരു മനോഹരമായ ഒരു ചോദ്യം. സദുക്കായൻ എന്ന് പറയുന്നത് അറിവിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഒരു മേന്മ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു സദുക്കായരൊക്കെ. സദുക്കായരെ തോൽപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഫരിസായരൊക്കെ ഒരുമിച്ച് കൂടി വീണ്ടും അവനെ തോൽപ്പിക്കാനായിട്ട് വീണ്ടും ചോദ്യങ്ങളോട് മേൽ ചോദ്യങ്ങളായിട്ട് അവൻ വരികയാണ്. ആ ചോദ്യത്തിന്മേൽ ചോദ്യം കൊണ്ട് വരുമ്പോൾ ഈശോ അവരെ ഒറ്റ വാക്കിൽ അവരെല്ലാവരും ഉൾക്കൊണ്ട് സ്നേഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ ആ ഒരു കൽപ്പന അവൻ വീണ്ടും നൽകുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവും കൂടെ സ്നേഹിക്കുക, അതേപോലെ തന്നെ നിന്റെ അയൽക്കാരും. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നീ സ്നേഹിക്കുക എന്തുകൊണ്ടാണ് ഈ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നുള്ളത്? സ്നേഹത്തിൻ്റെ അടയാളമായി നമ്മളെപ്പോഴും മെസ്സേജൊക്കെ അയക്കുമല്ലോ അല്ലേ? ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഐ ഹൃദയം യു എന്ന് അയക്കുന്നത് അല്ലേ, ഷോർട്ടായിട്ട് അയക്കും. എങ്ങനെ നോക്കുമ്പോഴും നീ എൻ്റെ ഹൃദയത്തിൻ്റെ അംഗമായി മാറുകയാണ്. സ്നേഹത്തിൻ്റെ ചിഹ്നം ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ആ ഹൃദയം നിറച്ച് ഈശോയെ സ്നേഹിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഹൃദയം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലേക്കൊക്കെ നിരന്തരമായി ശക്തി പടർന്നുകൊണ്ടിരിക്കുക. ഹൃദയ തുടിപ്പ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു അല്ലേ? അതായത് ഓരോ തുടുപ്പിലും ദൈവനാമത്തെ, യേശുവിൻ്റെ നാമത്തെ നമ്മൾ നിരന്തരമായി കാത്തുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ. ഹൃദയം കൊണ്ട്, പൂർണ്ണ ഹൃദയം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഹൃദയം നിറച്ചും ദൈവിക അനുഭവം കൊണ്ട് അല്ലെങ്കിൽ ദൈവിക സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ നാമം നിന്റെ ഹൃദയത്തിൽ കാണണം. ആ നിന്റെ ഹൃദയത്തിലുള്ളതേ നിന്റെ അധരത്തിൽ വരികയുള്ളൂ. നിന്റെ ഹൃദയത്തിലുള്ളതേ നിന്റെ അധരത്തിൽ വരുത്തുള്ളൂ. നിന്റെ ഹൃദയത്തിൽ ഇല്ലാത്തതൊന്നും അധരത്തിലൂടെ വരുത്തില്ല. അതുകൊണ്ട് ഒന്നാമത്തെ പൂർണ്ണ ഹൃദയത്തോടെ നീ സ്നേഹിക്കുക. പിന്നെ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കുക. മനസ്സോട് കൂടിയാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സോടെ ചെയ്യുക എന്ന് പറയുന്നത്. ചില പിള്ളേർ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നില്ല, മനസ്സോടുകൂടി അവർ എഴുതിക്കുന്നത്. അങ്ങനെ പൂർണ്ണ മനസ്സോടെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലായിരിക്കണം പൂർണ്ണമായ ആത്മാർത്ഥത. പൂർണ്ണ മനസ്സോടുകൂടെ വേണം. നമ്മൾ വിവാഹത്തിന് പോകുമ്പോൾ വിവാഹത്തിന് വൈദികൻ ചോദിക്കും, ഇന്ന ആളെ പൂർണ്ണ മനസ്സോടും തൻ്റെ വധുവായി അല്ലെങ്കിൽ തൻ്റെ വരുവാനായി സ്വീകരിക്കും. പൂർണ്ണ മനസ്സോടും. അല്ലാതെ ഇന്നത്തേക്കിന് ഈ ഭാര്യ, നാളത്തേന് വേറെ ഭാര്യ എന്നാണോ അച്ഛൻ ചോദിക്കുക? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെയൊക്കെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ചേട്ടന്മാർ പറയും ഒന്ന് തന്നെ സഹിക്കുന്നില്ല, പിന്നെയാണ് നാളെ. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ എന്ന് പറഞ്ഞ് നേരെ തിരിച്ച് നിങ്ങളും കൂടെ ചേർത്ത് അവരൊക്കെ ഇങ്ങനെ രൂക്ഷമായി നോക്കുക. അതിനെ ചേട്ടന്മാർക്ക് മാത്രം ഒരു സൈഡ് വലിയ. അപ്പം ഓരോ നിമിഷവും പൂർണ്ണ മനസ്സോടു കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവ് പോലും കുറയാതെ, അതായത് ചിന്തയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു അളവ് പോലും കുറയാതെ, നോട്ട് ഇവൺ എ 0.%, ഇൻഫിനിറ്റസിമൽ % പോലും ഇല്ല. അപ്പം ഒരു അളവ് പോലും കുറയാതെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ദൈവവിചാരം ഉണ്ടായിരിക്കുവാനാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്നുണ്ട്. ആത്മാവോടുകൂടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ശരീരത്തിൻ്റെ ഭാഗമായ ഹൃദയം കൊണ്ടു, ചിന്തയുടെ ഭാഗമായ മനസ്സുകൊണ്ടു. ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉപരിതലമായ ദൈവത്തോട് ചേർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ആത്മാവ്. ഈ ലോകം മുഴുവൻ നേടിയാലും
സ്വന്തം ആത്മാവിനെ ത്യജിച്ചാൽ എന്ത് പ്രയോജനം എന്ന് തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്വന്തം ആത്മാവിനെ ത്യജിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ കിട്ടുന്ന സമയത്തെ നമ്മൾ ദൈവത്തോട് ചേർത്ത് നിർത്താതെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യത്തിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ നമ്മൾ ത്യജിക്കുന്നത്. നമ്മുടെ ആത്മാവിന് വേണ്ട പോഷണം നൽകാതെ നമ്മുടെ ശരീരത്തെ മാത്രം പോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളർച്ച കാണുകയില്ല. അതാണ് മൂന്നാമത്തെ കാര്യം, പൂർണ്ണ ആത്മാവോടും കൂടെ ഈശോയെ സ്നേഹിക്കുക. ഈ 3 കാര്യങ്ങളും ദൈവത്തെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ദൈവജനത്തെയും സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ദൈവജനത്തെയും സ്നേഹിക്കും. അതാണ് തിരുവചനത്തിൻ്റെ ഒരു മേന്മ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, തുല്യത പോലെയാണ് മറ്റൊന്നും. ഇതിൻ്റെ ഇനിയൊരു നിയമവും, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ദൈവമക്കളെ സ്നേഹിക്കുന്ന ഒരുവനെ കണ്ടാൽ മതി. ദൈവമക്കളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവജനത്തെ, അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ കുടുംബ പങ്കാളിയെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന ഒരുവനെ കാണുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. കപടമായ സ്നേഹമല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല, വിട്ടുകൊടുത്ത് പൂർണ്ണമായി തൻ്റെ ആവശ്യങ്ങളല്ല, നേരെ മറിച്ച് എൻ്റെ ആഗ്രഹങ്ങളല്ല അവരുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത് അവൻ ദൈവത്തെ സ്നേഹിക്കും. അപ്പം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തിൻ്റെ നാമം നമ്മളിൽ ഉയരട്ടെ. ആ ദൈവത്തിൻ്റെ നാമം ഉയരുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. ഈ ചിന്ത നമ്മളെ ഇന്ന് ശക്തിപ്പെടുത്തുകയും നിരന്തരമായി എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.